മൈഗ്രേൻ രോഗികളിൽ പലരും അവരുടെ വീട് പെയിന്റ് അടിക്കുമ്പോഴോ അതല്ലെങ്കിൽ വീട്ടിലെ കൺസ്ട്രക്ഷൻ വർക്കും മറ്റും നടക്കുമ്പോഴെല്ലാം തലവേദനയുടെ സിവിയറിറ്റിയും ഇന്റൻസിറ്റിയും കൂടുന്നതായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, ഒരുപക്ഷെ വീടിനുള്ളിൽ ചന്ദനത്തിരി പൊക്കുകയോ അതല്ലെങ്കിൽ അത്ര പോലത്തെ പെർഫ്യൂമുകളോ മണമുള്ള എന്ത് കാര്യമായിട്ട് ഇടപഴകുമ്പോഴും മൈഗ്രേൻ ട്രിഗേഴ്സ് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം പെയിന്റ് അടിക്കുന്ന സാഹചര്യങ്ങളിൽ അതല്ലെങ്കിൽ ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ നടക്കുകയോ മറ്റും ചെയ്യുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ എന്ന് ആദ്യമേ തന്നെ നോക്കേണ്ടതാണ്. ഇത്തരം മുറികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഫാൻ ഇടുകയും അവിടുത്തെ ജനലും വാതിലും എല്ലാം തുറന്നിടുകയും 2-3 ദിവസം ആ മുറി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതും ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഒരുപക്ഷെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുകയോ മറ്റെന്തെങ്കിലും ധൂപ സ്റ്റിക്കുകളൊക്കെ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അടഞ്ഞിട്ട മുറിയിലും അല്ലെങ്കിൽ അടച്ചിട്ട വീടിലും ഇത് കത്തിക്കാതെ തുറന്നിട്ട സ്ഥലത്തും ഫാൻ ഇടുകയും മറ്റും ചെയ്യുന്നത് ഇതിന്റെ ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം അവിടെ തങ്ങി നിൽക്കാതിരിക്കുന്നതിന് ഇടയാകും. പെർഫ്യൂമുകളും മറ്റ് ഫ്രാഗ്രൻസ് ഉള്ള കോസ്മെറ്റിക് ഐറ്റംസും എല്ലാം ഒഴിവാക്കുന്നതും മൈഗ്രെയിൻ ട്രിഗേഴ്സ് തടയാനായിട്ട് ഒരു പരിധിവരെ നമ്മൾ സഹായിച്ചേക്കാം. ഈ പറഞ്ഞതെല്ലാം തന്നെ മൈഗ്രെയിൻ തടയാനുള്ള ഒരു ഫാക്ടർ എന്നുള്ള രീതിയിൽ മാത്രമാണ്, അതല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്നുള്ള ടെക്നിക്ക് മാത്രമാണ്. നമ്മൾ കൃത്യമായിട്ട് ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, അതല്ലെങ്കിൽ എന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമാണോ, അതോ ഇത് മൈഗ്രെയിൻ ട്രിഗേഴ്സ് ഉള്ളത് കാരണമാണോ, മറ്റെന്തെങ്കിലും അലർജി കാരണമാണോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി രോഗനിർണയം നടത്തി ചികിത്സിക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് മോചനം നേടാനാവൂ. ഇത്തരത്തിൽ സ്മെൽ റിലേറ്റഡ് ആയിട്ട് മണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ മൈഗ്രെയിൻ ട്രിഗേഴ്സ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുന്നത്.